എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു സന്തോഷ വാർത്ത. അപേക്ഷ ഉടനെ ആരംഭിക്കും. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും നിങ്ങളുടെ +1 +2 ഡിഗ്രി PG ഉൾപ്പെടെ BEd പിന്നീട് പോളിടെക്നിക് IT എന്നീ വിദ്യാഭ്യാസ മേഖലയിലുള്ള, അതായത് നിങ്ങൾ ഏതൊക്കെ കോഴ്സുകൾ DELED പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ അപ്ഡേറ്റ്സും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവധി വാർത്തകൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലുള്ള വാർത്തകളും ടൈം ടേബിളും റിസൾട്ട്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നത് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇപ്പോൾ 10-12 ദിവസമായ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ പല വിദ്യാർത്ഥികളും സ്കൂൾ മാറ്റത്തിനും കോഴ്സ് മാറ്റത്തിനും ഒക്കെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഒരുപാട് വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത്, സ്കൂളും കോഴ്സും ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, കാത്തിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണെന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ശരിയാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന ഈ വീഡിയോ കാണും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കാത്തിരിപ്പണമെന്ന് എനിക്കറിയാം. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ചാനലിനെക്കുറിച്ച് അറിയാതെ പോകുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയെങ്കിലും നിങ്ങൾ കൂട്ടുകാരുടെ നമ്പർ മേടിക്കുകയും വാട്സപ്പിലും ഒക്കെ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എനിക്കറിയാം. വാട്സപ്പിലൂടെയുള്ള നമ്പർ മേടിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്ത് മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് പോകുന്നതിന് മുമ്പ് ആദ്യം ഒരു ഇൻട്രഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഒരു 10 പേര് അപേക്ഷിച്ചാൽ 8 പേർക്കും കിട്ടാത്തൊരു സാധനമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു ട്രാൻസ്ഫർ വിളിച്ചിരുന്നെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സ്കൂളും കോഴ്സും ഒക്കെ ഒന്ന് മാറി കിട്ടിപ്പോയേനെ. പക്ഷേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം, അതായത് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5-ാം തീയതി 4-ാം തീയതി നാളെ വൈകിട്ട് എന്ത് ചെയ്യും, ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ജൂലൈ 3 ജൂലൈ 4 നാളെ എന്ത് ചെയ്യും, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ അവസാനിക്കും. അത് കഴിഞ്ഞ് ജൂലൈ 8-ാം തീയതി എന്ത് ചെയ്യും, 8-ാം തീയതി 8-ാം തീയതി പ്രസിദ്ധീകരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. അത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 8-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നാണ് HSCAP അറിയിച്ചത്. അപ്പോൾ 8-ാം തീയതി പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ പോലും അവർ 7-ാം തീയതി തന്നെ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 7-ാം തീയതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ 8-ാം തീയതിയും 9-ാം തീയതിയും എന്തായിരിക്കും, 8-ഉം 9-ഉം തീയതി എന്തായിരിക്കും, ആ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയവരുടെ അഡ്മിഷനായിരിക്കും. അതിനുശേഷം ഒരു ജൂലൈ 10 കൂടി തന്നെ എന്ത് ചെയ്യും, ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്തായാലും വിളിക്കും. കാരണം എല്ലാ വർഷവും ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമാണ് ട്രാൻസ്ഫർ വിളിക്കുക. അപ്പം എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യാം, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ജൂലൈ 10 കൂടി നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പം 10-ാം തീയതി അപേക്ഷ എന്ന് പറയുമ്പോൾ ഇന്ന് ജൂലൈ 3 നിങ്ങൾ അധികം ദിവസമൊന്നും കാത്തിരിക്കേണ്ടിയില്ല. നിങ്ങൾ കഴിഞ്ഞ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടിയും എത്ര സ്കൂളുകൾ വേണമെങ്കിലും എത്ര കോഴ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതായത് ട്രാൻസ്ഫർ ഇപ്പോൾ നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളുക, ചുമ്മാ hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ എവിടെയാണെന്ന് അടിച്ചു നോക്കിക്കൊള്ളുക. അപ്പോൾ അവിടെ സ്കൂൾ വേക്കൻസീസ് എന്നൊരു ലിങ്ക് ആണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ജില്ല കൊടുത്തൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റ് കാണും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഇതാണ്, അല്ല സാറേ ഞാനെന്തിനാ, അല്ല ചേട്ടാന്നാ സാറിന് എന്ത് വെള്ളം വിളിച്ചോ കുഴപ്പമില്ല, അല്ല ഞങ്ങളെന്തിനാണ് നോക്കുന്നത്, ഞങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആവശ്യമില്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനും ഇതുപോലൊരു വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതും ഈ HSCAPൻ്റെ ഒഫീഷ്യൽ സൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ വേക്കൻസി ലിസ്റ്റ് എന്ത് ചെയ്യുന്നത്, HSCAPൻ്റെ സൈറ്റിൽ വരുന്നത്. ഈ HSCAPൻ്റെ സൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റ് പരിശോധിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ വേക്കൻസി ലിസ്റ്റ് അറിയാൻ സാധിക്കും. കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേക്കൻസി ഉള്ള സ്കൂളുകളിലേക്ക് കൊടുക്കാൻ പറ്റും അപേക്ഷ. പക്ഷേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേക്കൻസി ഇല്ലേ പോലും. ഇപ്പം ഞാൻ പഠിച്ച സ്കൂളെന്ന് പറയുവാണെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്. ഞാൻ പഠിച്ച സ്കൂൾ GHS തായ്ന്നൂരാണ്.
അപ്പം ഞാൻ പഠിച്ച സ്കൂൾ താനൂരാണ്. എനിക്ക് എൻ്റെ അടുത്തുള്ള മറ്റൊരു സ്കൂളിലേക്ക് ഇപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിച്ച സ്കൂൾ GHS താനൂരാണ്. എനിക്കിപ്പം ഞാൻ +2 കഴിഞ്ഞ് ഇറങ്ങി, ഈ വർഷം +2 കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പം എനിക്കെന്ത് ചെയ്യണം, എൻ്റെ അടുത്തുള്ള സ്കൂളിലേക്ക് GHS കോടോത്ത് സ്കൂളിലേക്ക് എനിക്ക് അതേ ഹ്യൂമാനിറ്റീസിലേക്ക്, ഞാൻ ഹ്യൂമാനിറ്റീസാണ്, എനിക്ക് അവിടുന്ന് ട്രാൻസ്ഫർ വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യുവാണ്, അവിടുത്തെ കോടോത്ത് ഹ്യൂമാനിറ്റീസ് നോക്കുമ്പോൾ എന്തില്ല, എനിക്ക് അവിടെ വേക്കൻസി ഇല്ല. പക്ഷേ എന്ത് ചെയ്യാം, എനിക്ക് അങ്ങോട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും വേക്കൻസി ഇല്ലാതെ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്? അന്നേരം എനിക്ക് വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, അവിടെ വേക്കൻസി ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ വേക്കൻസി ചിലപ്പോൾ 65 ഫില്ലായിട്ടുണ്ടാകും. പക്ഷേ അവിടെയുള്ള 65 ആളുകളും ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കാൻ, അല്ലെങ്കിൽ ആ കോഴ്സിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. ചിലരെന്ത് ചെയ്യും, മറ്റേതെങ്കിലും കോഴ്സിലേക്കോ മറ്റേതെങ്കിലും സ്കൂളിലേക്കോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ട്രാൻസ്ഫർ പോകും. അപ്പോൾ ലിസ്റ്റിൽ എന്ത് ചെയ്യില്ല, ലിസ്റ്റിൽ എന്തുണ്ട്, ഇതുവരെ വിദ്യാർത്ഥികൾ പ്രവേശിക്കാത്ത ലിസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ കാണിക്കുകയുള്ളൂ. ലിസ്റ്റ് മാത്രമേ കാണുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താണ്, ഞാൻ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുമ്പം അവിടെ ഞാൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവിടുന്ന് ആ സ്കൂളിൽ നിന്ന്, ആ കോടോത്ത് സ്കൂളിൽ നിന്നും ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേതെങ്കിലും സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ആ വേക്കൻസിയിലേക്ക് എന്ത് ചെയ്യും, എന്നെ പരിഗണിക്കും. എന്നെ കഴിഞ്ഞും യോഗ്യതയുള്ള മറ്റൊരാളില്ലെങ്കിൽ ആ വേക്കൻസി എനിക്ക് ഉറപ്പാണ്. അതാണ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും അപേക്ഷിക്കാം. അത് ആ സ്കൂളിൽ നിന്നും, ആ കോഴ്സിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു കോഴ്സിലേക്കോ ഒരു വിദ്യാർത്ഥി ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ട്രാൻസ്ഫർ പോവുകയാണെങ്കിൽ ആ വേക്കൻസിയിലേക്ക് പരിഗണിക്കും. ഒഴിവുള്ള വേക്കൻസികൾ മാത്രമേ ലിസ്റ്റിൽ വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലിസ്റ്റിൽ വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ ചിലപ്പോൾ നിങ്ങൾ വേക്കൻസി കാണുകയില്ല, ചിലപ്പോൾ ദൂരെയുള്ള സ്കൂളുകളിലായിരിക്കും വേക്കൻസി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ദൂരെയുള്ള സ്കൂളിൽ കൊടുക്കും, അടുത്തുള്ള സ്കൂളിൽ കൊടുക്കുകയില്ല. കാരണം എന്താ, കൂടുതൽ കാലം വേക്കൻസി ഇല്ല, പിന്നെ എന്തിനാണ് കൊടുക്കുന്നത്? അപ്പോൾ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്തുള്ള സ്കൂളുകളിലും കൂടെ കൊടുക്കണം. എന്നാൽ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ അവിടുന്ന് മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു കോഴ്സിലേക്കോ ഒരു വിദ്യാർത്ഥി ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ വിദ്യാർത്ഥി ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ ആ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് കയറാം. ഇപ്പം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു, ഞാൻ പഠിച്ചത് താനൂർ സ്കൂളിൽ തന്നെയാണ്. എനിക്ക് കോടോത്തേക്ക് പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. കാരണം എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്കൂൾ താനൂർ സ്കൂളാണ്. കോടോത്ത് സ്കൂൾ എന്ന് പറഞ്ഞാൽ പിന്നെയും നല്ല ദൂരം വരികയാണ്. അപ്പം ഞാനൊരു ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ അപേക്ഷിക്കുക. വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ അവിടെ അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂളും ആവശ്യമുള്ള കോഴ്സും തമ്മിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്ന ക്ലിക്ക് ചെയ്താൽ മതി. അല്ലാതെ ഫൈനൽ കൺഫർമേഷനോ കാര്യങ്ങളൊന്നുമില്ല. അതിൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം. നിങ്ങൾ ഒരു ഓപ്ഷൻ കൂട്ടിച്ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അന്തിമ റിസൾട്ടാണ്. നിങ്ങൾ 2 വർഷം എവിടെ പഠിക്കണമെന്ന്, അതായത് ഇപ്പം ഈ വർഷം എന്താ പറയുക, 2024 എന്ത് ചെയ്തു, +2 +1 ഒരു വിദ്യാർത്ഥി കയറി. 2024 25 ഈ 2 വർഷം +1 +2 കാലത്ത് ആ വിദ്യാർത്ഥി പഠിക്കേണ്ട സ്കൂള് എങ്ങോട്ടാണെന്ന് നിശ്ചയിക്കുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഏറ്റവും പോകാൻ ആഗ്രഹമുള്ള സ്കൂളും ഏറ്റവും പോകാൻ ആഗ്രഹമുള്ള കോഴ്സും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കാണുന്നിടത്തെല്ലാം വലിച്ചു വാരി കൊടുക്കരുത്. അതിന് കാരണം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങളെ കഴിഞ്ഞും മുമ്പിൽ മറ്റൊരു വിദ്യാർത്ഥി ഇല്ലെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു സ്കൂളിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കഴിഞ്ഞും യോഗ്യതയില്ല, നിങ്ങളെ കഴിഞ്ഞും യോഗ്യതയില്ലാത്തൊരു വിദ്യാർത്ഥി ഇല്ലെങ്കിൽ, അത് നിങ്ങളാണ് ആ വേക്കൻസിയിലേക്ക് കയറാൻ യോഗ്യതയുള്ള ആളെങ്കിൽ ആ വേക്കൻസിയിലേക്ക് നിങ്ങൾ തന്നെ കയറും. മറ്റൊരാൾ ആ വേക്കൻസി കയറില്ല. അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ മുമ്പിൽ മറ്റൊരാളില്ല. WGPA വെയിറ്റേജ് സിസ്റ്റം നോക്കുമ്പോൾ നിങ്ങളായിരിക്കും മുമ്പിൽ. അത് എന്തൊരു കണക്കാണ്, കണക്കൊന്നും നമ്മൾ ഡിസ്റ്റൻസ് ചെയ്യാൻ പോകുന്നില്ല, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തുമില്ല. അപ്പോൾ നമ്മുടെ ആവശ്യം, ഞാൻ ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണ് അപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യുക, അടുത്തുള്ള സ്കൂളുകളും കോഴ്സുകളും കൊടുക്കുക. വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഏറ്റവും പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളും ഏറ്റവും പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സും മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യമാണ്. കാരണം അപേക്ഷിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ട്രാൻസ്ഫർ കിട്ടാറില്ല. കാരണം വേക്കൻസി കാണാറില്ല. നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളത് നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. 1 അതാ നമ്പർ പോലെ ആയിരിക്കും. എന്താ 10
അപ്പോൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അതിനപ്പുറത്തേക്ക് ഒരു സംഖ്യ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ. നിങ്ങൾ ഏത് ജില്ലയുടെ, നിങ്ങൾ ചില സ്കൂളുകളിലൊക്കെ അങ്ങനെയല്ല, ചില സ്കൂളുകളിലൊക്കെ 10, 15, 20 വേക്കൻസി ഒക്കെ കാണും. പക്ഷേ ഭൂരിപക്ഷ സ്കൂളുകളുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കിയാലും 1 മുതൽ 10 വരെയുള്ള സംഖ്യ മാത്രമേ സ്കൂളുകളിൽ വേക്കൻസി കാണാൻ സാധിക്കുള്ളൂ. കാരണം ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇവിടെ കഴിയുമ്പോഴത്തേക്ക് ഉള്ള വേക്കൻസിയും കൂടെ കഴിയും. ഇപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റ് ഞാൻ നിങ്ങളോട് ചുമ്മാ ഒന്ന് എടുത്ത് നോക്കാൻ പറഞ്ഞു. ആ ചുമ്മാ ഒന്ന് എടുത്ത് നോക്കുമ്പം നിങ്ങൾക്ക് തന്നെ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ തന്നെ പല സ്കൂളുകളിലും 1, 1, 1 എന്നാണ് കാണിക്കുന്നത്. ചില സ്കൂളുകളിൽ 0, 0, 0 എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റിൽ കാണിക്കുന്നത് 0, 0, 0. ചിലടത്ത് 1, 1, 1, 1, 2, 2, 2, 5, 6, 7, 10 കൂടുതലൊന്നും മിക്കവാറും സ്കൂളുകളിൽ കാണിയല്ല. ഒരു 90%, 90% സ്കൂളുകളിലും 10 മേലെ ഒന്നും കാണിയല്ല. എല്ലാ വർഷവും തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ അപേക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ ഈ വേക്കൻസി ലിസ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ചുമ്മാ എന്ത് ചെയ്യും, ജില്ലകളടിച്ച് നോക്കാറുണ്ട് കാരണം ഈ വേക്കൻസി ഉണ്ടോയെന്ന്. കാരണം ഈ സപ്ലിമെൻ്ററി ആയാലും നമ്മൾ ട്രാൻസ്ഫർ ആയാലും എന്ത് അലോട്ട്മെൻ്റ് ആയാലും നമ്മൾ വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ അപേക്ഷിക്കുന്നുണ്ടെന്നുണ്ട് കാര്യമുണ്ടോ. നമ്മൾ ഈ ചുമ്മാ അത് ഈ അലോട്ട്മെൻറ്റൊക്കെ ചുമ്മാ നടത്തണോ, ഉള്ള വേക്കൻസിയൊക്കെ ഉണ്ടായിട്ട് തന്നെയാണോ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്? അത് ചുമ്മാ ഒരു പേരിന് വേണ്ടി ഇങ്ങനെ നടത്തണോ, അതോ വിദ്യാർത്ഥികൾക്ക് അത് ഗുണം ചെയ്യുമോ? ഈ വേക്കൻസി ലിസ്റ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ സാധിക്കും. എന്ത് ചെയ്യുമോ, ഈ ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആയാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആയാലും അത് ഗുണം ഉണ്ടാവുമെന്ന്, അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുമെന്നത്. ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലും നല്ല വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് പോകാൻ ആഗ്രഹിക്കണം. അതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷിച്ച് നോക്കുക, കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യമാണ്. ഏതായാലും ഞാൻ പറഞ്ഞ് തൊണ്ടയുടെ പണി തീർന്നു പറഞ്ഞ്. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എത്ര വേണമെങ്കിലും ചോദിച്ചോളുക, നിങ്ങൾ എത്ര സംശയം വേണമെങ്കിലും ചോദിച്ചോളുക. നിങ്ങളിത് എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. മൈ നെയിം ഈസ് ദ സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർട്ട്, ദ കരിയർ ഗൈഡൻറ്റ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.